മത്സ്യബന്ധന വിനോദ ബോട്ടുകൾ സഞ്ചരിക്കാൻ അനുവദിക്കാനുള്ള തീരുമാനം നടപ്പിലാക്കുന്നതിനെക്കുറിച്ചുള്ള തുടർ നടപടികളുടെ ഭാഗമായി ആഭ്യന്തര മന്ത്രാലയ അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അബ്ദുൽ വഹാബ് അഹമ്മദ് അൽ വഹൈബ് തീരസംരക്ഷണ മേഖലയിലെത്തി. തീരസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി സ്ഥലങ്ങൾ ഉൾപ്പെടെ സമുദ്ര പരിശോധനാ പര്യടനവും നടത്തി. സന്ദർശനത്തിനായി അണ്ടർ സെക്രട്ടറി എത്തിയപ്പോൾ കോസ്റ്റ് ഗാർഡ് ജനറൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടർ ജനറൽ നേവി സ്റ്റാഫ് ബ്രിഗേഡിയർ ഷെയ്ഖ് മുബാറക് അലി അൽ സബ അദ്ദേഹത്തെ സ്വീകരിച്ചു. ഈ സമയത്ത് ബോട്ട് ചാനലുകൾ നിയന്ത്രിക്കുന്നതിനും കടൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും സമുദ്ര ഗതാഗതത്തിന്റെ സുഗമമായ ഒഴുക്കിനും പിന്തുടരുന്ന നടപടികളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു. പര്യടനത്തിനിടെ ആധുനിക നാവിഗേഷൻ സഹായങ്ങൾ, സമുദ്ര ഡ്രോണുകൾ അവതരിപ്പിക്കുന്നതിനും സുരക്ഷാ ദൗത്യങ്ങൾ പിന്തുണയ്ക്കുന്നതിനും നിരീക്ഷണ ശേഷികൾ വർദ്ധിപ്പിക്കുന്നതിനും അവയുടെ ഉപയോഗരീതി എന്നിവ കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറൽ വിശദീകരിച്ചു. പുതിയ റഡാർ സിസ്റ്റം ടവർ പൂർത്തിയാക്കുന്നതിനുള്ള പദ്ധതിയുടെ പുരോഗതിയും സമുദ്ര അതിർത്തികൾ നിരീക്ഷിക്കുന്നതിലും സുരക്ഷിതമാക്കി സംരക്ഷിക്കുന്നതിലും അവ നൽകുന്ന നൂതന കഴിവുകളെയും അദ്ദേഹം അവലോകനം ചെയ്തു. കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥർ നടത്തിയ ശ്രമങ്ങളെ പ്രശംസിക്കുകയും പ്രാദേശിക ജലാശയങ്ങൾ സംരക്ഷിക്കുന്നതിൽ അവരുടെ സുപ്രധാന പങ്കിനെ അഭിനന്ദിക്കുകയും ചെയ്തു. അതേസമയം അവരുടെ കടമകൾ നിർവഹിക്കുന്നതിൽ അവർക്കുള്ള സമർപ്പണത്തിന് നന്ദിയും അഭിനന്ദനവും അറിയിച്ചു. പൊതുസുരക്ഷയ്ക്കും സുരക്ഷിത അന്തരീക്ഷത്തിൽ സമുദ്ര പ്രവർത്തനങ്ങൾ സാധ്യമാക്കുന്നതിനിടയിൽ സന്തുലിതാവസ്ഥ കൈവരിക്കുന്ന രീതിയിൽ നിയന്ത്രണ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള പ്രതിബദ്ധത ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിച്ചു. വടക്കൻ ദ്വീപുകളിലെ നവാഫ് അൽ അഹമ്മദ് കോസ്റ്റ് ഗാർഡ് ബേസ് സന്ദർശിച്ചാണ് പര്യടനം അവസാനിപ്പിച്ചത്. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ് വെങ്ങര.